വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. ദുരന്തത്തെ ഒറ്റക്കെട്ടായി അതിജീവിക്കണമെന്നും നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി ആദ്യം വിളിച്ചത് മന്ത്രിമാരുടെ യോഗം. ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. ഇതിനുശേഷം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിടാൻ ധാരണയായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ ദുരന്തത്തിന്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു. ആ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണം നടത്തുന്നത് പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നടപടിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ. നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ. ചിലർ നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ പറ്റിയൊക്കെ അവരവരുടേതായ ഒരു മാനസിക സുഖത്തിന് വേണ്ടി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി, ടി. സിദ്ദിഖ് എം.എൽ.എ, എം.വി. ശ്രേയാംസ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.